വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാൻ കണ്ണങ്കായയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ണങ്കായപ്പൊടി അറിയില്ലേ, നമ്മുടെ ഉണ്ണിവാവുകൾക്കൊക്കെ നമ്മൾ ആദ്യത്തെ ഭക്ഷണമായിട്ട് റാഗിപ്പൊടിയും കൊടുക്കും, ഈ കണ്ണങ്കായയുടെ പൊടിയും കൊടുക്കും. തൃശ്ശൂർ ജില്ലയിൽ കണ്ണങ്കായയുടെ പൊടിയാണ് ഞങ്ങളൊക്കെ കൊടുക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഏത് കായാണ് ഉപയോഗിക്കണേന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഉണ്ണിവാവുകളൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുറുക്ക് കഴിക്കലൊക്കെ നിർത്തും. പിന്നെ അവർക്ക് നമ്മൾ കഴിക്കണം, മുതിർന്നവർ കഴിക്കണ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ 2 മക്കളും ഈ കണ്ണങ്കായയുടെ പൊടി കൊണ്ടുള്ള കുറുക്ക് കഴിക്കൽ നിർത്തി. അപ്പം എൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അതുകൊണ്ട് ഓരോ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കണം. പക്ഷേ മലയാളത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒറ്റ വീഡിയോസും ഒന്നുമില്ല ഇതിനെ കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഗ്ലൂട്ടൻ ഫ്രീ, ഗ്രെയിൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ വിഭവങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബനാന ഫ്ലവർ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യണ ഈ ബനാനയുടെ കായയുടെ പൊടി കൊണ്ട് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് വിഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കി. പിന്നെ നമ്മുടെ കുറച്ച് കേരളീയ ഭക്ഷണങ്ങളും ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുണ്ടാക്കിയിട്ട് ഒരു ബനാന കേക്കാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്. നമ്മുടെ പാളയംകുടം പഴമാണ് ഞാൻ ചേർത്തിട്ട് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. റോബസ്റ്റ് പഴം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതാണെങ്കിൽ കുട്ടികൾ കഴിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, ഹെൽത്തിയാണ്, അവർക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് പല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ. മാത്രമല്ല ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി കേക്ക് ടിന്നിൽ 1/2 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ 6 ഇഞ്ച് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അത് ഞാൻ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെ ഗോതമ്പ് പൊടി തൂകിയിട്ട് അത് നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് ബാക്കി പൊടി തട്ടിക്കളയുക. കോർണറിലൊക്കെ നന്നായിട്ട് പൊടി തൂവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു ബൗൾ എടുക്കുക. ഈ ബൗളിൽ 2 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് പഴം അല്ലെങ്കിൽ 4 നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴം അതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഞാൻ പാളയംകുടം പഴം 4 എടുത്തേക്കുന്നത്. റോബസ്റ്റ് പഴവും നല്ല ടേസ്റ്റ് ഉണ്ട്. പാളയംകുടം പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ പാളയംകുടം പഴം കിട്ടിയ കാരണം ഞാനതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു വെജിറ്റബിൾ ഓയിൽ ഫ്ലേവർലെസ് ആയിട്ടുള്ളത് ചേർക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിക്കുക. രണ്ട് മുട്ട ചേർക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ വയർ വിസ്ക് ഉപയോഗിച്ച് ഇത് അടിച്ച് നല്ല ക്രീം പരുവത്തിൽ ആക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുക. പാല് 1/2 കപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിളക്കി യോജിപ്പിക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇനി മൈക്രോവേവ് അവനിലാണ് ഉണ്ടാക്കണമെങ്കിൽ 15 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ഞാനിവിടെ പ്രഷർ കുക്കറാണ്, അത് 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കേക്ക് ടിൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ ഗ്യാസ്കറ്റും വിസിലും ഒക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചേക്കണ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ബൗളിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ 1/4 കപ്പ് കായപ്പൊടി, നമ്മുടെ ബനാന ഫ്ലവർ ചേർക്കുക.
1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എയർ വോളിയം നന്നായിട്ട് കൂടും. മാത്രമല്ല ഈ ബേക്കിംഗ് പൗഡറും സോഡയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കണ ആ പഴമില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഒപ്പം ഒരേ ഒരു ഡയറക്ഷനിൽ തന്നെ. ഇനി ഇത് എത്രയും വേഗം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ കേക്ക് ടിന്നിലോട്ട് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ടാപ്പ് 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 എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേലെ ഞാൻ ഉണക്കമുന്തിരി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നട്ട്സ് താല്പര്യമുള്ളവർക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം, ചോക്ലേറ്റിൻ്റെ പീസസ് ഇടുന്നവർക്ക് അതിട്ട് കൊടുക്കാം, കശുവണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ 45 മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വേണം, മീഡിയം ടു ഒരു ലോ ഫ്ലെയിം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഇത് കരിഞ്ഞു പോവും. ഇനി ഒരു 35 മിനിറ്റ് മുതൽ നമുക്ക് നോക്കാം. 35 മിനിറ്റ് ആവുമ്പോൾ ഒന്ന് നോക്കാം. ഇതായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഞാനിവിടെ പപ്പടം കുത്തണതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വേഗം പുറത്തേക്ക് എടുക്കുക. ഈ കേക്കിൻ്റെ ടീൻ പശ പോലെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ 5 മിനിറ്റ് ഇത് വീണ്ടും വീണ്ടും വെക്കാം, ക്ലീനായിട്ട് വരണ വരെ. ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമ്മുടെ കേക്ക് ടിന്നിന് ചുറ്റും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് ഇത് കമഴ്ത്താം. ടാപ്പ് ചെയ്ത് കൊടുക്കുക കമഴ്ത്തുമ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ മേലെ. അപ്പോൾ അത് പെട്ടെന്ന് കേക്ക് വിട്ട് വരും. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കേക്കിന്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 2 ദിവസം വരെ പുറത്ത് കേടാവാതെ ഇരിക്കും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. മാത്രമല്ല ഞാൻ 100% ഗ്യാരണ്ടി തരുന്നത് നിങ്ങളുടെ കുട്ടികൾ ഇത് എന്തായാലും കഴിക്കും. മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവർക്കും, എൻ്റെ വീട്ടിൽ ഇത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിൽ ഈ പറഞ്ഞ പോലെ കായയുടെ ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വേഗം പൊടിക്കുക, ഇത് ഉണ്ടാക്കാം. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഗ്രെയിൻ ഫ്രീ ആണ്. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ്. ഞാനിത് കഴിച്ച് നോക്കട്ടെ കേട്ടാ. ശരിക്കും നമ്മുടെ പഴത്തിൻ്റെ കേക്ക് കഴിക്കണ പോലെ തന്നെ ബനാന കേക്ക് അല്ലെങ്കിൽ ബനാന ബ്രെഡ് ഉണ്ടല്ലോ, എൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ. ശരിക്കും അത് കഴിക്കണ പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് അത് മിക്സ് ആക്കി കട്ടാക്കിയിട്ട് ശരിക്കും നമ്മൾ നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നട്ട്സ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നട്ട്സ് ആഡ് ചെയ്യാം. മാത്രമല്ല ഉണക്കമുന്തിരി അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതും ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ, എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായപ്പൊടിയുടെ വിഭവങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.